ശ്രീകുമാർ, ഇന്നിപ്പോൾ ഈ NSS അവരുടെ എക്കാലത്തെയും പോലെ തന്നെയുള്ള ക്രീം സമദൂര നിലപാട് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കർശന സമദൂരം എന്ന തരത്തിലേക്ക് ഇക്കുറി കർക്കശമാക്കുകയും ചെയ്യുന്നു. ഒപ്പം ഓർത്തഡോക്സ് സഭയും സമാന നിലപാട് സമദൂരം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ NDA സ്ഥാനാർത്ഥിയുടെ ഒരു ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടത് സഭാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഈ വിഷയം താൻ ഉന്നയിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ 3 മുന്നണികളുടെയും പ്രചാരണം പ്രധാനമായും ഏതൊക്കെ വിഷയത്തിൽ ഊന്നിയായിരുന്നു? ഏറ്റവും ഒടുവിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് തോമസ് ചാഴികാടനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണയൊക്കെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുള്ള UDF അണികൾ അല്ലെങ്കിൽ UDF വോട്ട് ചെയ്യുന്ന ആളുകൾ, വോട്ടേഴ്സ്, അവർക്കൊക്കെ ഒരു ആശങ്കയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു കൺഫ്യൂഷൻ ഉള്ളതായി, ആശയക്കുഴപ്പമുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു ആശങ്ക തോമസ് ചാഴികാടൻ ഉണ്ടോ? കഴിഞ്ഞ തവണ വരെ തനിക്ക് കിട്ടിയ വോട്ടുകൾ ഇക്കുറി താൻ LDF-ലായതുകൊണ്ട് ലഭിക്കാതെ പോകുമോ എന്നുള്ള ആശങ്ക അദ്ദേഹത്തിനുള്ളതായി അറിയാമോ? എന്താണ് ഫ്രാൻസിസ് ജോർജിന്റെ പ്രതീക്ഷ? അനുജ ചോദിച്ചതുപോലെ ഈ മുന്നണി മാറ്റത്തിന്റെ വലിയ ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട് കോട്ടയത്ത്. പക്ഷെ അതിലേറെ പ്രധാനം ആ മുന്നണി മാറ്റം എന്നത് ഇവിടുത്തെ വോട്ടർമാരിൽ, സാധാരണ വോട്ടർമാരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആശയക്കുഴപ്പം വലുതാണ്. കാരണം 2 ചിഹ്നത്തിലാണ് ചാഴികാടൻ ഇത്തവണയും ജനവിധി തേടുന്നത്. അദ്ദേഹം UDF-ൽ നിന്ന് LDF-ലേക്ക് പോയപ്പോഴും UDF-ൽ അദ്ദേഹം വോട്ട് തേടി ജയിച്ച 2 ചിഹ്നം അദ്ദേഹത്തോടൊപ്പമുണ്ട്. പല ഫ്ലെക്സ് ബോർഡുകളിലും തോമസ് ചാഴികാടൻ 2 ചിഹ്നത്തിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ കാര്യം എഴുതിയിരിക്കുന്നത്. മുന്നണി എഴുതിയിട്ടില്ല. അതൊക്കെ വോട്ടർമാർ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് എന്നാണ് കോൺഗ്രസ് UDF കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി തന്നെ അദ്ദേഹം ജനവിധി തേടുന്ന പ്രതീതി UDF-ന് വലിയ ആധിപത്യമുണ്ടെന്ന് പൊതുവെ കരുതുന്ന കോട്ടയത്ത് ഉണ്ടാക്കാൻ LDF സ്ഥാനാർത്ഥി ശ്രമിക്കുന്നുവെന്ന വിമർശനം കോൺഗ്രസ് UDF കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ രാഹുൽ ഗാന്ധിയുടെ കോട്ടയം സന്ദർശനത്തിന് അന്ന് രാവിലെ തോമസ് ചാഴികാടൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നത് എനിക്ക് ഗുണം ചെയ്യും, അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത് എനിക്ക് വേണ്ടിയും കൂടിയാണ് എന്ന് ചാഴികാടൻ ഒരു പടി കൂടി കടന്നു പറഞ്ഞതും ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കി വോട്ട് തന്റെ ഒപ്പം പോരട്ടെ എന്ന ലക്ഷ്യത്തോടെയാണെന്ന് UDF ക്യാമ്പ് വിമർശിക്കുന്നുണ്ട്. തന്നെയുമല്ല, രാഹുൽ ഗാന്ധി വന്ന ദിവസം ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥിയെ വേദിയിൽ പരിചയപ്പെടുത്തിയില്ല, അദ്ദേഹത്തോടൊപ്പം കൈ ഉയർത്തിയില്ല രാഹുൽ ഗാന്ധി, അദ്ദേഹത്തെ മെൻഷൻ ചെയ്തതേ ഉള്ളൂ എന്നൊക്കെ LDF കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ UDF ക്യാമ്പിലെ വോട്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കി LDF-ലേക്ക് പോകാൻ പറ്റുമോ എന്ന ഉപായം LDF നോക്കുന്നു എന്ന വിമർശനം UDF കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ 2 ചിഹ്നം LDF-ന് ഒരു അഡ്വാൻറ്റേജ് ആണ്. വളരെ വൈകിയാണ് ഫ്രാൻസിസ് ജോർജിന് ഓട്ടോറിക്ഷ ഒരു ചിഹ്നമായി ലഭിച്ചത്. ആ ചിഹ്നം പരിചയപ്പെടുത്താനാണ് ഈ അവസാന ലാപ്പിൽ ഫ്രാൻസിസ് ജോർജ് ശ്രമിക്കുന്നത്. പക്ഷേ വലിയ ആത്മവിശ്വാസം ഫ്രാൻസിസ് ജോർജിനുണ്ട്. ഇത് കോൺഗ്രസിന്റെ UDF-ന്റെ ഒക്കെ വലിയ സ്വാധീന മേഖലയാണ് കോട്ടയം. അതുകൊണ്ട് കോട്ടയത്ത് മുന്നണിയാണ് പ്രധാനം, പാർട്ടിയാണ് പ്രധാനം. അതുകൊണ്ട് അതിൽ ആശങ്കപ്പെടാനൊന്നുമില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. 2 മുന്നണികളും വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ ഒരു അടിയൊഴുക്കിന്റെ സൂചന ആണ് NDA സ്ഥാനാർത്ഥി നൽകുന്നത്. അദ്ദേഹത്തിന്റെ സമുദായ പ്രവർത്തന പശ്ചാത്തലമൊക്കെ ചൂണ്ടിക്കാട്ടി SNDP സമുദായത്തിന്റെ SNDP ശാഖായോഗങ്ങളുടെ ഒക്കെ പിന്തുണ തനിക്കുണ്ട് എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞത്. ആ മട്ടിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്ന് നമ്മൾ 3 പേരെയും കണ്ടിരുന്നു. നേരത്തെ അനുജ പറഞ്ഞതുപോലെ തുഷാർ ഈ ലവ് ജിഹാദ് ഉയർത്തുന്നത് ക്രൈസ്തവ സഭകളുടെ അറിവോടെ എന്നല്ല, നിർദ്ദേശപ്രകാരമാണെന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അവരോട് നിർദ്ദേശിച്ചനുസരിച്ചാണ് ആ വിഷയം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 4000-ലധികം പെൺകുട്ടികൾ ആ നിലയിൽ അതിനിരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ സഭാ നേതൃത്വം തന്നോട് പറഞ്ഞു എന്നാണ് തുഷാർ അവകാശപ്പെടുന്നത്. അതിനൊക്കെ തെളിവ് അവരുടെ പക്കലുണ്ട്, സഭാ നേതൃത്വത്തിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് താൻ അത് ഉന്നയിക്കുന്നതിൽ സഭയ്ക്ക് വിയോജിപ്പില്ല, അതിൽ സഭ തനിക്കൊപ്പമാണ്, അവരുടെ ആവശ്യപ്രകാരമാണ് ഇത് ഉന്നയിക്കുന്നത്. ഇവിടെ ജീവിക്കാൻ ഭയമാണ് എന്ന് സഭാപിതാക്കന്മാർ തന്നോട് പറഞ്ഞു. ആരെങ്കിലും സഹായിക്കാൻ ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആശിച്ചു പോകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ആ പ്രചാരണം അങ്ങനെയും നടക്കുന്നു. എന്തായാലും അതുകൂടാതെ മറ്റൊന്ന് NSS-ന്റെ നിലപാട് തന്നെയാണ്. കർക്കശ സമദൂരം എന്ന ഒരു പടി കൂടി കടത്തിയാണ് G. സുകുമാരൻ നായർ NSS ജനറൽ സെക്രട്ടറി രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഒരു മുന്നണിയോടും ഏതെങ്കിലും മമതയോ വിദ്വേഷമോ ഇല്ല. NSS-ന്റെ പ്രവർത്തകർ എല്ലാ മുന്നണിയിലുമുണ്ട്. അതുകൊണ്ട് അവരുടെ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിൽ സമുദായം എന്ന നിലയിൽ, സമുദായ സംഘടന നേതൃത്വം എന്ന നിലയിൽ ഇടപെടുന്നില്ല. പെരുന്നയിൽ നിന്ന് താലൂക്ക് യൂണിയനുകളിലേക്കോ കരയോഗങ്ങളിലേക്കോ ഒരു നിർദ്ദേശവും പോയിട്ടില്ല. അവർക്ക് ഏത് പാർട്ടിക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. നാടിന്റെ പൊതു നന്മയെ കരുതി വോട്ട് രേഖപ്പെടുത്തണം എന്നത് മാത്രമാണ് ഒരു പൊതു നിർദ്ദേശമായി മുന്നോട്ട് വെക്കാനുള്ളത് എന്ന് G. സുകുമാരൻ നായർ പറഞ്ഞു. മുൻകാലങ്ങളിലേതുപോലെ ഏതെങ്കിലും ഒരു വിവാദത്തിലേക്ക് സമുദായ നേതൃത്വം അതിനെ വലിച്ചിഴക്കാൻ ആരും ശ്രമിക്കേണ്ട, അതിന് നിന്നുകൊടുക്കില്ല. അത് സമുദായ പ്രവർത്തനം വേറെ, രാഷ്ട്രീയ പ്രവർത്തനം വേറെ എന്ന നിലയിൽ തന്നെ കാണും. അത് യുക്തമായ തീരുമാനം സമുദായ
അംഗങ്ങൾക്ക് സമുദായ പ്രവർത്തകർക്ക് കൈക്കൊള്ളാമെന്നാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത്. ഒരു പടി കൂടി കടന്നാണ് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ സഭാംഗങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്, അവരത് ചെയ്യും. സമദൂരമാണ് സഭയുടെ നിലപാട്. പക്ഷേ സമീപകാല സാഹചര്യമൊക്കെ കണക്കിലെടുത്തൊരു തീരുമാനം സഭാ വിശ്വാസികൾ കൈക്കൊള്ളും. ഈ പള്ളിത്തർക്കം അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്ന ചോദ്യത്തോട് അക്കാര്യത്തിലുള്ള അതൃപ്തി പലപ്പോഴും പരസ്യമാക്കിയിട്ടുള്ളതാണല്ലോ, അത് വീണ്ടും പറയേണ്ടതില്ലല്ലോ എന്നാണ് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പറഞ്ഞത്. അതിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാത്തതിൽ അതൃപ്തിയുണ്ട്. അക്കാര്യത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു, തീരുമാനമുണ്ടായിട്ടില്ല. ഇനിയും ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകും. പക്ഷേ നീതിയും ന്യായവും നടപ്പാക്കണമെന്ന് മാത്രമേ സഭാ നേതൃത്വത്തിന് പറയാനുള്ളൂ. അത് നടപ്പാക്കുമെന്ന് ഉറപ്പുവരുത്തും ബാധ്യതയുണ്ട് സഭാ നേതൃത്വത്തിന്. അപ്പോൾ ഇതൊക്കെ വോട്ട് ചെയ്യുമ്പോൾ കണക്കിലെടുക്കും എന്നാണ് അദ്ദേഹവും പറഞ്ഞത്. അതല്ലാതെ ഏതെങ്കിലും ഒരു മുന്നണിയോ ഏതെങ്കിലും ഒരു നേതാവിനോ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കോ വോട്ട് ചെയ്യണമെന്ന ഒരു പൊതു നിർദ്ദേശം സഭ മുന്നോട്ട് വെക്കുന്നില്ല. മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് ഗോത്ര പ്രശ്നമാണ്, അതിനെ മതവൽക്കരിക്കാൻ ശ്രമിക്കേണ്ട ആരും, പ്രതിപക്ഷവും ഭരണപക്ഷവും അത് ആ മുറിവ് ആഴത്തിൽ വലുതാക്കാൻ ശ്രമിക്കേണ്ട, അതിൽ മുളക് തേക്കാൻ ശ്രമിക്കേണ്ട, അതിനെ തണുപ്പിക്കാനും. കോട്ടയത്ത് നിന്ന് വന്ന രണ്ട് ബ്രേക്കുകളാണ്. അതായത് NSSും ഓർത്തഡോക്സ് സഭയും സമദൂര നിലപാട് എന്നുള്ളത് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കൗതുകകരമായ ഒരു മത്സരം കൂടി നടക്കുന്ന ഇടമാണ്. കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അത് തന്നെ കഴിഞ്ഞ തവണ തോമസ് ചാഴികാടൻ UDFന് വേണ്ടി മത്സരിച്ച് ജയിച്ചുവെങ്കിൽ ഇക്കുറി അദ്ദേഹം LDFനൊപ്പമാണ്. എന്നാൽ പലയിടത്തും LDF സ്ഥാനാർത്ഥി എന്ന് പറയാതെ രണ്ടില ചിഹ്നം മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം വോട്ട് തേടുന്നു. ഇതൊരു തന്ത്രമാണ് എന്നുള്ള ആരോപണം UDF ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയ പ്രതീക്ഷയിൽ ഈ രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളുമുണ്ട്. അടിയൊഴുക്കുകളിൽ കണ്ണുനട്ടാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രചാരണം.